12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് കർമ്മല മലയിലേക്ക് ബെർത്തോൾഡ് എന്ന വിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സന്യാസികൾ താപസ ജീവിതം ആരംഭിച്ചു. അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചത് പരിശുദ്ധ ദൈവമാതാവിനാണ്. കുരിശുദ്ധ കാലം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കർമ്മലയിലെ ഈ സന്യാസിമാർ യൂറോപ്പിലേക്കും മറ്റും കുടിയേറി. ഇംഗ്ലണ്ടിലേക്ക് വന്ന ഏതാനും സന്യാസിമാർ അവിടെ വെച്ച് തങ്ങളുടെ 6ാമത്തെ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുത്തത് സെയിൻറ്റ് സൈമൺ സ്റ്റോക്കിനെയാണ്. സൈമൺ സ്റ്റോക്ക് പിതാവ് എപ്പോഴും തൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തോട്. അങ്ങനെ 1251 ജൂലൈ 16-ാം തീയതി ഒരു ഉത്തിരീയം പരിശുദ്ധ മാതാവ് സൈമൺ സ്റ്റോക്കിന് സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നീ ധരിക്കണം, സഭാംഗങ്ങളെല്ലാവരും ഇത് ധരിക്കണം, ഇത് മാതൃസംരക്ഷണത്തിൻ്റെ ഒരു ഉറപ്പാണ്, നിത്യനരാഗ്നിയിൽ നിന്ന് ഞാൻ രക്ഷിക്കും, ആരും നശിച്ചു പോകില്ല. അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ ഇത് ധരിക്കുന്നവർക്ക് അമ്മ കൊടുത്തു. അങ്ങനെ കർമ്മലീത്ത സന്യാസിമാർ ഇത് ഹാബിറ്റായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പയ്യത് സാധാരണ ആളുകളിലേക്കും കൈമാറി അവർ വെന്തിങ്ങ രൂപത്തിൽ കഴുത്തിലണിയാൻ തുടങ്ങി. ഇന്ന് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളെ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. നല്ല ദിനം. ആമേൻ.